കോഴിക്കോട് താമരശ്ശേരിയിൽ 15 വയസ്സുകാരൻ ഷഹബാസ് അതേ പ്രായത്തിലുള്ള സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരിച്ച വാർത്ത സമൂഹമാധ്യമങ്ങളിലേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്നാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 6 കുട്ടികളെയാണ് അന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. SSLC പരീക്ഷാ കാലമായതുകൊണ്ട് തന്നെ ഈ 6 കുട്ടികളും ജുവനൈൽ ഹോമിൽ നിന്നും പരീക്ഷ എഴുതുകയും ഉണ്ടായി. ഇതൊക്കെ ഈ പരീക്ഷ എഴുത്തൊക്കെ ഒരുപാട് അന്ന് പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയതാണ്. പക്ഷേ ഈ പ്രതിഷേധങ്ങളൊക്കെ മറികടന്ന് ഈ 6 പേരെയും പരീക്ഷ എഴുതാൻ അന്ന് അനുവദിച്ചിരുന്നു. ഇന്ന് SSLC പരീക്ഷാ ഫലം വന്ന ദിവസമാണ്. ഈ ഒരു ദിവസം ഈ 6 കുട്ടികളുടെയും കുറ്റാരോപിതരായ ഈ 6 കുട്ടികളുടെയും പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S. ഷാനവാസ് ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ചില നടപടിക്രമങ്ങളും ചില നിലപാടുകളുമുണ്ട്. ഈ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ വാസനയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ബോർഡ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 6 പേരുടെ പരീക്ഷാഫലം തടഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ 6 പേരെയും 3 വർഷത്തേക്ക് ഡീബാറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉയർന്നു വരുന്നൊരു സംശയമാണ്, പിന്നെ എന്തുകൊണ്ട് അന്ന് ഇവരെ SSLC പരീക്ഷ എഴുതാൻ അനുവദിച്ചു, അന്നത് തടഞ്ഞുകൂടായിരുന്നോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനും ബോർഡ് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ബോർഡ് പറയുന്നത് ഇങ്ങനെയാണ്: ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ അനുമതി തേടിയാണ് കുട്ടികൾ അന്ന് പരീക്ഷ എഴുതിയത്. കുറ്റാരോപിതരായ 6 കുട്ടികളും അന്ന് പരീക്ഷ എഴുതിയത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ അനുമതിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അന്നൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ അധികാരവും പൂർണ്ണ അവകാശവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തന്നെ ആയതുകൊണ്ട് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന തീരുമാനം ബോർഡിന് എടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്ന് പരീക്ഷ എഴുതാൻ അനുവദിക്കുകയും ഇന്ന് പരീക്ഷാ ഫലം തടഞ്ഞു വയ്ക്കുകയും ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായീകരണം. എന്തുതന്നെയായാലും ഏറെ ശ്ലാഘനീയം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ ഒരു നടപടി. മാതൃകാപരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരിക്കലും ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് തിരിച്ചു നൽകാനൊന്നും ഈ ഒരു നടപടി കൊണ്ടൊന്നും സാധിക്കില്ല എങ്കിൽ പോലും ആ കുടുംബത്തിന് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടാൻ ഈ ഒരു നടപടി കൊണ്ട് സാധിച്ചേക്കാം. 15 വർഷം വളർത്തിയ അവരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ആ ഒരു 15 വയസ്സുകാരൻ്റെ ജീവൻ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ അറിവില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിൽ പോലും നഷ്ടപ്പെട്ടവർക്ക് എന്നും അതൊരു വേദന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ 6 പേരുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ള നടപടി ഏറെ ശ്ലാഘനീയമാണ്, മാതൃകാപരം തന്നെയാണ്.